ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ക്യൂസിംഗ് വിത്ത് അബ്ദു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ജൂലൈ 22 ദേശീയ പതാക ദിനം. ഇന്ത്യൻ ഭരണഘടന ദേശീയ പതാകയെ അംഗീകരിച്ച ദിവസം. ദേശീയ പതാകയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കിയാലോ. ഇന്ത്യയുടെ ദേശീയ പതാക അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ദേശീയ പതാക അറിയപ്പെടുന്നത്. ഉത്തരം ത്രിവർണ പതാക. ത്രിവർണ പതാക എന്നാണ് ഇന്ത്യയുടെ ദേശീയ പതാക അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ത്രിവർണ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? ഇന്ത്യയുടെ ത്രിവർണ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? ഉത്തരം പിംഗലി വെങ്കയ്യ. പിംഗലി വെങ്കയ്യയാണ് ഇന്ത്യയുടെ ത്രിവർണ പതാക രൂപകൽപ്പന ചെയ്തത്. ഇന്ത്യൻ പതാകയിലെ നിറങ്ങൾ ഏതെല്ലാം? ഇന്ത്യൻ പതാകയിലെ നിറങ്ങൾ ഏതെല്ലാം? ഉത്തരം കുങ്കുമം, വെള്ള, പച്ച. കുങ്കുമം, വെള്ള, പച്ച എന്നീ നിറങ്ങളാണ് ഇന്ത്യൻ ത്രിവർണ പതാകയിൽ ഉള്ളത്. കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം ധീരത, ശക്തി. ധീരതയെയും ശക്തിയെയും കുങ്കുമ നിറം സൂചിപ്പിക്കുന്നു. വെള്ള നിറം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം സത്യം, സമാധാനം. സത്യത്തിനെയും സമാധാനത്തിനെയുമാണ് വെള്ള നിറം സൂചിപ്പിക്കുന്നത്. പച്ച നിറം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം രാജ്യത്തിൻ്റെ സമ്പൽ സമൃദ്ധി. രാജ്യത്തിൻ്റെ സമ്പൽ സമൃദ്ധിയാണ് പച്ച നിറം സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ ദേശീയ പതാകയുടെ മധ്യഭാഗത്തെ ചിഹ്നം. ഇന്ത്യൻ ദേശീയ പതാകയുടെ മധ്യഭാഗത്തെ ചിഹ്നം. ഉത്തരം അശോക ചക്രം. അശോക ചക്രമാണ് ഇന്ത്യൻ ദേശീയ പതാകയുടെ മധ്യയുള്ള ചിഹ്നം. അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം. അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം. ഉത്തരം 24. 24 ആരക്കാലുകളാണ് അശോക ചക്രത്തിൽ ഉള്ളത്. അശോക ചക്രത്തിൻ്റെ നിറം ഏത്? അശോക ചക്രത്തിൻ്റെ നിറം ഏത്? ഉത്തരം നാവിക നീല. നാവിക നീല നിറമാണ് അശോക ചക്രത്തിൻ്റെ നിറം. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്ര? ഉത്തരം 3:2. 3:2 അനുപാതമാണ് ദേശീയ പതാകയുടെ അനുപാതം. വിദേശത്ത് ഒരു ഇന്ത്യൻ പതാക ഉയർത്തിയ ആദ്യ വ്യക്തി. വിദേശത്ത് ഒരു ഇന്ത്യൻ പതാക ഉയർത്തിയ ആദ്യ വ്യക്തി. ഉത്തരം ഭിക്കാജി കാമ. ഭിക്കാജി കാമയാണ് വിദേശത്ത് ഒരു ഇന്ത്യൻ പതാക ഉയർത്തിയ ആദ്യ വ്യക്തി. ഭിക്കാജി കാമ എവിടെയാണ് ഇന്ത്യൻ പതാക ആദ്യമായി ഉയർത്തിയത്? ഭിക്കാജി കാമ എവിടെയാണ് ഇന്ത്യൻ പതാക ആദ്യമായി ഉയർത്തിയത്? ഉത്തരം ജർമ്മനിയിലെ സ്റ്റട്ട്ഗർട്ട്. 1907 ജർമ്മനിയിലെ സ്റ്റട്ട്ഗർട്ടിലാണ് ഭിക്കാജി കാമ ഇന്ത്യൻ പതാക ആദ്യമായി ഉയർത്തിയത്. ഭിക്കാജി കാമ ഉയർത്തിയ പതാകയിലെ താമരകളുടെ എണ്ണം. ഭിക്കാജി കാമ ഉയർത്തിയ പതാകയിലെ താമരകളുടെ എണ്ണം. ഉത്തരം 8. 8 താമരകളാണ് ഭിക്കാജി കാമ ഉയർത്തിയ പതാകയിലെ താമരകളുടെ എണ്ണം. ത്രിവർണ പതാക ദേശീയ പതാകയാക്കുന്നതിനുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം. ഉത്തരം 1931.
1931 കോൺഗ്രസ് സമ്മേളനത്തിലാണ് ത്രിവർണ പതാക ദേശീയ പതാക ആക്കുന്നതിനുള്ള പ്രമേയം പാസാക്കിയത്. 1931 അംഗീകരിച്ച ത്രിവർണ പതാകയിലെ മധ്യഭാഗത്തെ ചിഹ്നം. 1931 അംഗീകരിച്ച ത്രിവർണ പതാകയിലെ മധ്യഭാഗത്തെ ചിഹ്നം. ഉത്തരം ചർക്ക. ചർക്കയായിരുന്നു 1931 അംഗീകരിച്ച പതാകയുടെ മധ്യത്തിലുള്ള ചിഹ്നം. ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് എന്ന്. ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് എന്ന്. ഉത്തരം 2002 ജനുവരി 26. 2002 ജനുവരി 26-നാണ് ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത്. ഇന്ത്യയിലെ ഏക അംഗീകൃത ദേശീയ പതാക നിർമ്മാണശാല. ഇന്ത്യയിലെ ഏക അംഗീകൃത ദേശീയ പതാക നിർമ്മാണശാല. ഉത്തരം ഹൂബ്ലി. കർണാടകയിലെ ഹൂബ്ലിയാണ് ഇന്ത്യയിലെ ഏക അംഗീകൃത ദേശീയ പതാക നിർമ്മാണശാല. ഇന്ത്യൻ ദേശീയ പതാക അംഗീകരിച്ചത്. ഇന്ത്യൻ ദേശീയ പതാക അംഗീകരിച്ചത്. ഉത്തരം 1947 ജൂലൈ 22. 1947 ജൂലൈ 22-നാണ് ദേശീയ പതാക അംഗീകരിച്ചത്. താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും.